Good morning, students. Today we are going to discuss about change of state of matter. So state of matter mean what? The main three states of matters are solids, liquids, gases. Okay. So simply I am writing examples of each one. Solid, ice, liquid, example is water. Then gas, example is steam. Steam means when we heat water, the water is converted into steam, right? Okay. So what is the relationship between this ice, water and the steam? Yeah, they are different states of water, isn't it? Ice is the solid form of water, water is the liquid, and water's gaseous form is steam. So how can we make or convert ice into water or water into steam? That we are going to study today. So we can convert a solid substance into liquid or liquid substance into gaseous state and gaseous substance to liquid state. Similarly, liquid substance to a solid state. So how can we convert this? Which form of energy we are applying here? Yes, the heat energy, isn't it? Some case we are heating, some other cases we are cooling that substance in order to change the state of matter. അപ്പോൾ മിസ് പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഐസ്, വാട്ടർ, സ്റ്റീം. ഓക്കെ, സ്റ്റീം. നമ്മൾ ഐസിനെ ചൂടാക്കുന്ന സമയത്ത്, ചൂടാക്കണം എന്നില്ല, നമ്മൾ ഐസ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചാൽ ഐസ് ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിങ്ങനെ മെൽറ്റ് ആവാൻ തുടങ്ങും അല്ലേ? ഐസ് ഇസ് ഗെറ്റിംഗ് മെൽറ്റ്. സോ എന്തുകൊണ്ടായിരിക്കും ഐസ് മെൽറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ട് അല്ലേ? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ പുറത്തുള്ള ടെമ്പറേച്ചർ കാരണമാണ് ഐസ് മെൽറ്റ് ആവുന്നത് അല്ലേ? അങ്ങനെ ഐസ് മെൽറ്റായാൽ എന്താവുക? ഐസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു വാട്ടർ. ഓക്കെ, ദെൻ നമ്മൾ ഈ വാട്ടർ ഞാൻ വീണ്ടും എന്ത് ചെയ്തു? വീണ്ടും ചൂടാക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മൾ സാധാരണ അടുപ്പത്ത് വെള്ളം വെച്ച് ചൂടാക്കുന്ന സമയത്ത് വെള്ളം എന്താകും? യെസ്, കുറച്ച് സമയം കഴിഞ്ഞാൽ ദ വാട്ടർ സ്റ്റാർട്ടഡ് ടു ബോയിൽ, റൈറ്റ്? സോ ബോയിൽ ചെയ്യാൻ തുടങ്ങും. ബോയിൽ ചെയ്യാൻ തുടങ്ങിയാൽ വാട്ടർ പിന്നെ ഏത് സ്റ്റേറ്റിലേക്കാണ് പോവുക? വാട്ടറായിട്ടാണോ നിൽക്കുക? അല്ല, വാട്ടർ ഏത് സ്റ്റേറ്റിലേക്ക് പോകും? സ്റ്റീമായിട്ട്, നീരാവിയായിട്ട് പോകും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ അടുപ്പത്ത് പാത്രം നമ്മൾ മൂടി വെക്കുക. നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മളതിന് ആ പാത്രത്തെ ഒന്ന് മൂടി വെച്ചാൽ ആ മൂടി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ ആ മൂടിയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? തിരിച്ച് വെള്ളത്തുള്ളികൾ കാണാൻ പറ്റും. അപ്പം എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ചൂടാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള ആ നീരാവി അല്ലെങ്കിൽ ആ സ്റ്റീം നേരെ പോയിട്ട് ആ പാത്രത്തിൻ്റെ ലിഡിൽ തട്ടിയിട്ട് അവിടുന്ന് തണുത്തിട്ട് അതെന്ത് തന്നെയായിട്ട് മാറി? ബാക്ക് ടു ലിക്വിഡ് സ്റ്റേറ്റ്. സോ സ്റ്റീമിനെ നമുക്ക് തണുപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വാട്ടർ കിട്ടും. ഇനി നമ്മൾ വാട്ടറിനെ വീണ്ടും തണുപ്പിച്ചാലോ നമുക്ക് എന്താ കിട്ടുക? യെസ്, ഐസ് കിട്ടും. നമ്മൾ ഐസ് ഉണ്ടാക്കാൻ വെള്ളമല്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. സോ വെള്ളത്തെ തണുപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ഐസ്, ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, അപ്പം ഇതാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു പാർട്ട് കാണും. അപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ഇതെന്ത് ചെയ്യാം? ഫില്ല് ചെയ്യാം. എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റുക? നോക്കുക. സോളിഡ് സബ്സ്റ്റൻസ് വെൻ ഹീറ്റഡ് കൺവേർട്ടഡ് ഇൻ ടു ഡാഷ്. ഏത് സ്റ്റേറ്റ് ആയിരിക്കും? യെസ്, ലിക്വിഡ് സ്റ്റേറ്റ്. ഇനി ലിക്വിഡ് സ്റ്റേറ്റിനെ എന്താക്കിയാലാണ് തിരിച്ച് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുക? അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുക, ഈ വെള്ളത്തിൻ്റെ ഈ വാട്ടറിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റ്, അതായത് വെള്ളത്തിന് സ്റ്റീം ആക്കണം, എന്ത് ചെയ്യണം? കൂളിംഗ് ഓർ ഹീറ്റിംഗ്? ഡെഫിനറ്റ്ലി ഹീറ്റിംഗ്. സോ ഇവിടെ എന്ത് വരും? ഹീറ്റഡ്. ഓക്കെ, ഹീറ്റഡ്. ഇനി വെൻ കൂൾഡ് ഇറ്റ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്. ഓക്കെ, നമ്മൾ സ്റ്റീമിനെ കൂൾ ചെയ്താൽ സ്റ്റീം എന്തായിട്ട് മാറും? തിരിച്ച് വാട്ടർ എന്നായിട്ട് മാറും. ദെൻ ലിക്വിഡ് വെൻ
എന്തോ ഒന്ന് ചെയ്താൽ അത് തിരിച്ച് സോളിഡായിട്ട് മാറും. സോ ലിക്വിഡിന് എക്സാമ്പിൾ വാട്ടറാണ്, സോളിഡ് ഐസാണ്. സോ വാട്ടറിനെ എങ്ങനെയാണ് നമ്മൾ സോളിഡ് ആക്കുക? ബൈ കൂൾഡ്. ഓക്കെ, കൂൾഡ്. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും ഈ ഒരു ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യും. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? വി സ്റ്റഡീഡ് അബൌട്ട് ദി arrangement of particles in solids, liquids and gas. അല്ലേ, the properties of particles of a matter നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു 4 പ്രോപ്പർട്ടീസ്? they are very tiny nature, then there is space between them, they attract each other, അല്ലേ, and they move continuously. ഈ 4 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഇനി അത് തന്നെയാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, പക്ഷെ കുറച്ചും കൂടി വേറൊരു രീതിയിൽ. അതായത് നമ്മളിപ്പം ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിച്ചു. സോളിഡിന് ലിക്വിഡ് ആവാം, ലിക്വിഡിന് ഗ്യാസ് ആവാം, ഗ്യാസിന് തിരിച്ച് സോളിഡ് ആവാം, അങ്ങനെ. അപ്പം അങ്ങനെ ഒരു ചേഞ്ച് നടക്കുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടീസിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ഏതർ ഇറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, അതാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം പറയാൻ. നിങ്ങൾക്കറിയാം, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് അനലൈസ് ചെയ്ത് ആലോചിച്ചിട്ട് ആൻസർ പറയാം, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം ദ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദിസ് ഇസ് സോളിഡ്, ദിസ് ഇസ് ലിക്വിഡ് ആൻഡ് ദിസ് ഇസ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ഇസ്ന്റ് ഇറ്റ്? അപ്പം ഇത് വെച്ചിട്ട് ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ ദി ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ് വെൻ ദ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്? ഹീറ്റ് അബ്സോർബ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് അതെന്ത് ചെയ്യാണ്? ആ മാറ്റർ അബ്സോർബ് ചെയ്യാണ്. അപ്പം വി ആർ ഹീറ്റിംഗ്. അപ്പം നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന താഴെ പറയുന്ന ഘട്ടങ്ങളിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക ഓരോന്നിനും? അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ദിസ് ഈസ് സോളിഡ് സ്റ്റേറ്റ്, ദിസ് ഈസ് ലിക്വിഡ് സ്റ്റേറ്റ്, ദിസ് ഈസ് ഗ്യാഷ്യസ് സ്റ്റേറ്റ്. സോ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് എനർജി ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പം എനർജി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന ആൾക്കാണോ, അല്ലെങ്കിൽ ഓടി നടക്കാനൊന്നും ഒരു ഉഷാറില്ലാതെ അടങ്ങിയിരിക്കുന്ന ഒരാൾക്കാണോ, നേരെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്ന ആൾക്കായിരിക്കും എനർജി കൂടുതലുണ്ടാവുക? ഡെഫിനറ്റ് ആയിട്ടും അല്ലേ, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് വളരെ ഫ്രീ ആയിട്ട് വേഗത്തിൽ മൂവ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും എനർജി കൂടുതലുണ്ടാവുക. കാരണം എനർജി ഉണ്ടായിട്ടാണ് അവർ ഓടിച്ചാടി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ 3 സ്റ്റേറ്റിൽ നോക്കുക, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഏത് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസ് ആണ് ഓടി നടക്കുന്നത്, വളരെ മൂവ് ചെയ്യുന്നത്? സോളിഡ് ആണോ? അല്ല. ലിക്വിഡിൽ കുറച്ചുണ്ട്. ബട്ട് അബൌട്ട് ദ ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിൾസിന് വളരെ എനർജി കൂടുതലാണ്, അല്ലേ? അവരാണ് കൂടുതൽ മൂവ് ചെയ്യുന്നത്. അപ്പോൾ എനർജി കൂടുതലുള്ള സ്റ്റേറ്റ് ഏതായിരിക്കും? ഡെഫിനറ്റ്ലി ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആയിരിക്കും എനർജി കൂടുതലുണ്ടാവാം. സോ നമ്മളിവിടെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റിലുമുള്ള എനർജി കൂടുന്നോ കുറയുന്നോ, ഏതർ ഇൻക്രീസ് ഓർ ഡിക്രീസ്, അതാണ് നമുക്ക് എഴുതേണ്ടത്. സോ ഫസ്റ്റ് കേസ് സോളിഡ്. സോളിഡിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചേഞ്ചാണ് ഉണ്ടാവുക? സോളിഡ് കൺവേർട്ടഡ് ഇൻ ടു ലിക്വിഡ് സ്റ്റേറ്റ്, റൈറ്റ്? സോ സോളിഡ് ലിക്വിഡ് ആകുന്ന സമയത്ത് എനർജി ഓഫ് പാർട്ടിക്കിൾ എന്താ ആവുന്നത്? ശരിക്കും ഇൻക്രീസ് ആണോ ഡിക്രീസ് ആവോ? എനർജി കൂടുന്നോ എനർജി കുറയുന്നോ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. സോ സോളിഡിന് ലിക്വിഡ് ആകുന്ന സമയത്ത് സോളിഡിനെയും ലിക്വിഡിനെയും കമ്പയർ ചെയ്താൽ ഏത് സ്റ്റേറ്റിലാണ് മൂവ്മെൻറ്റ് കൂടുതലുള്ളത്? ലിക്വിഡ് സ്റ്റേറ്റിൽ, അല്ലേ? ഒഴുകുന്ന കപ്പാസിറ്റി ലിക്വിഡിനാണ് സോളിഡിനേക്കാളും. കാരണം സോളിഡിലുള്ള പാർട്ടിക്കിൾസിന് അട്രാക്ഷൻ കൂടുതലായതുകൊണ്ട് അധികം മൂവ് ചെയ്യാൻ പറ്റില്ല. സോ എനർജി വെൻ കമ്പയർ ടു സോളിഡ്, ലിക്വിഡ്സിനാണ് കൂടുതലുള്ളത്. സോ നമ്മളിവിടെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ വെൻ സോളിഡ് കൺവേർട്ടഡ് ടു ലിക്വിഡ് എന്താ ചെയ്യുന്നത്? ഇൻക്രീസസ്, അല്ലേ? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് വെൻ ദി കൺവേർഷൻ ലിക്വിഡ് ടു ഗ്യാസ്? ലിക്വിഡിന് ഗ്യാസ് ആകുമ്പോഴോ എന്താ സംഭവിക്കുന്നത്? എനർജി ഓൾസോ ഇൻക്രീസസ്, isn't it? Energy also increases. Then the distance between particle when we heated. സോ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? സ്റ്റേറ്റ് ഓഫ് മാറ്ററിൽ സ്റ്റേറ്റിൽ ചേഞ്ച് വരും. സോളിഡ് ലിക്വിഡ് ആകും, ലിക്വിഡ് ഗ്യാസ് ആവും. സോ നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് സോളിഡ് ലിക്വിഡ് ആകുന്ന സമയത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ എന്താ ചെയ്യുക? സോളിഡിലാണോ ലിക്വിഡിലാണോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ കൂടുതൽ എന്ന് ആലോചിച്ചാൽ മതി. അട്രാക്ഷൻ കൂടുതൽ സോളിഡിലാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കുറവ് സോളിഡിലായിരിക്കും, കൂടുതൽ ലിക്വിഡിലായിരിക്കും. സോ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ എന്താകും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ വിൽ ഇൻക്രീസ്, isn't it? അതേപോലെ തന്നെ വാട്ട് അബൌട്ട് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ വെൻ ലിക്വിഡ് കൺവേർട്ടഡ് ഇൻ ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ്? ദാറ്റ് ഓൾസോ ഇൻക്രീസസ്, അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ ഓൾസോ ഇൻക്രീസസ്.
ദെൻ തേർഡ് വൺ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്. സോ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുന്ന സമയത്ത് അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എയ്തർ ഇൻക്രീസ് ഓർ ഡിക്രീസ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുകയാണ്, അട്രാക്ഷൻ കൂടുതലായാൽ എന്താണ്, മൂവ്മെൻറ്റ് പറ്റില്ല. അട്രാക്ഷൻ കുറഞ്ഞാലേ അവർക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുമ്പം കൂടുതൽ പാർട്ടിക്കിൾസ് ഫ്രീ ആവുകയാണ് അല്ലേ, അവർക്ക് അട്രാക്ഷൻ എന്താ ചെയ്യുന്നത്, ആക്ച്വലി കുറയാണ് ചെയ്യുന്നത്. സോ അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് എന്താ ചെയ്യുക, ഡിക്രീസസ്. In the same, similarly, when liquid converted into gaseous state, the particle attraction will also decrease. ഓക്കെ, അങ്ങനെ തീരെ അട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഗ്യാഷ്യസ് മോളിക്യൂൾസിന് വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുമ്പോൾ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ എന്താ ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ, ലിക്വിഡായിട്ട് മാറുകയാണ്, ഒഴുകുകയാണ്. ദെൻ ലിക്വിഡ് ടു ഗ്യാസ് ആകുമ്പോൾ വീണ്ടും എന്താ ചെയ്യുന്നത്, മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ്. അപ്പം ഈ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം എല്ലാവരും എന്ത് ചെയ്യുക, അവരുടെ നോട്ടിൽ എഴുതാം. ടെക്സ്റ്റിൽ എഴുതാനുള്ള കറക്റ്റ് സ്ഥലമില്ല, അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം നോട്ടിലേക്ക് എടുത്ത് എഴുതണം. ഓരോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഉണ്ടാകുമ്പോഴും ഈ ഒരു 4 കാര്യത്തിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത് എന്ന് എല്ലാവരും എന്ത് ചെയ്യുക, നോട്ടിലേക്ക് എഴുതാം. സോ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെയൊക്കെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നമ്മളെ ടെക്സ്റ്റിൽ തന്നെ എല്ലാ പോയിൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, പാർട്ടിക്കിൾസ് ഓഫ് സോളിഡ് ആർ വെരി ക്ലോസ് ടു ഈച്ച് അതർ, ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇസ് ലിമിറ്റഡ്. വി നോ ദാറ്റ് ഇൻ സോളിഡ്സ് ദ പാർട്ടിക്കിൾസ് ആർ അട്രാക്റ്റഡ് വെരി സ്ട്രോങ്ലി. So their movement is, freedom of movement mean their movement, they're free to move, the ability to move freely, that is mean by freedom of movement. So we know that in solid state the freedom of movement is very limited. Okay, then second point is, sorry, one second. Okay, then second point, in the liquid state particles are relatively farther apart and have more freedom of movement than in the solid state. So we know that when we consider the liquid state എന്താണ്, particles are കുറച്ചും കൂടി പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ സോളിഡ്സിനേക്കാളും കുറയുമ്പം എന്താണ്, പാർട്ടിക്കിൾസ് കുറച്ച് വിട്ടിട്ടായിരിക്കും, അകന്നിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവാം. ഇനി വാട്ട് ഇസ് ദ തേർഡ് പോയിൻറ്റ്? ദ തേർഡ് പോയിൻറ്റ് ഇസ്, ഇൻ ദ gaseous state particles remain far away from one another, their freedom of movement is very high. So which state is having freedom of movement very high? Yeah, freedom of movement is high in gaseous state. Then the difference in temperature causes the change of state. So ഏത് ഫാക്ടറാണ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിന് കാരണമാകുന്നത്? ഇറ്റ് ഈസ് ടെമ്പറേച്ചർ. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുക അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഇസ് happening. So temperature is responsible for the change of state. So please remember that point. Okay, temperature is responsible for the change of state. Ini you can see a diagram like this in your textbook. Before that, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ നാഫ്തലിൻ, അതായത് നമ്മളുടെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക സ്മെല്ലുള്ള നാഫ്തലിൻ ബോൾസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വൈറ്റ് ബോൾസ്, നമ്മൾ ഈ വാഷ് ബേസിനിലെല്ലാം ഇടുന്ന ഒരു വൈറ്റ് ബോൾസ് ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് നാഫ്തലിൻ ബോൾസ്. നൗ ഐ വിൽ ഷോ യു അനദർ എക്സ്പെരിമെൻറ്റ്. നിങ്ങൾ കർപ്പൂരം എന്ന് കേട്ടിട്ടില്ലേ? കർപ്പൂരം അല്ലെങ്കിൽ ക്യാംഫർ. ചിലപ്പോൾ അമ്പലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കർപ്പൂരം കത്തിക്കുന്നത്. അതേപോലെ ഈ മരിച്ച വീട്ടിൽ അല്ലെങ്കിൽ റൂമിലൊക്കെ നല്ല മണം ഒക്കെ, നല്ല സ്മെല്ലൊക്കെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ യൂസിങ് ക്യാംഫർ. സോ ക്യാംഫറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ക്യാംഫർ ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. ബട്ട് വെൻ വി ഹീറ്റഡ് ദ ക്യാംഫർ ഇറ്റ് ഡയറക്ട്ലി മൂവ് ഇൻ ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ്. നമ്മൾ ഇതുവരെ പഠിച്ചത് എന്താണ്? നമ്മൾ സോളിഡിനെ ഹീറ്റ് ചെയ്യുമ്പം ഏത് സ്റ്റേറ്റിലേക്കാണ് പോവുക? ജനറലി solids converted into liquid state when heated. Then liquid സ്റ്റേറ്റിനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. പക്ഷേ ചില സബ്സ്റ്റൻസ് when we heated the solid substance they directly converted into gaseous state. ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് തീരെ പോകാതെ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് പോകുന്ന സബ്സ്റ്റൻസ് ഉണ്ട്. അപ്പം ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക? സബ്ലിമേഷൻ എന്ന് പറയാം. സബ്ലിമേഷൻ. സോ വാട്ട് ഇറ്റ് കോൾഡ്?
Sublimation. So what is sublimation? Sublimation is a process in which a substance converted directly into gaseous state when heated a solid. So ഈ സബ്ലിമേഷൻ പ്രോപ്പർട്ടി ഉള്ള ആൾക്കാരാണ് ക്യാംഫർ, അതേപോലെ നാഫ്തലിൻ ബോൾസ് എക്സിട്ര. അതേപോലെ when we cool the vapors of the sublimed particle we can get back the solid. നമ്മൾ എന്താണ്, നമുക്ക് ആ സബ്ലിമേഷൻ ചെയ്ത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലായതിനെ വീണ്ടും നമ്മൾ തണുപ്പിച്ചാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? നമുക്ക് തിരിച്ച് ആ സോളിഡ് തന്നെ കിട്ടും. സാധാരണ ജനറലി നമ്മൾ ഗ്യാസിനെ തണുപ്പിച്ചാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള, അപ്പോൾ സ്റ്റീമിനെ തണുപ്പിച്ച് നമുക്ക് വെള്ളം, വാട്ടർ, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളമാണ് കിട്ടുക. പക്ഷേ സബ്ലിമേഷൻ പ്രോപ്പർട്ടിയുള്ള സബ്സ്റ്റൻസിനെ വെൻ വി കൂൾഡ് വി ക്യാൻ ഗെറ്റ് ബാക്ക് ദി സോളിഡ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ, സബ്ലിമേഷൻ. എക്സാമ്പിൾസ് ആണ് ക്യാംഫർ ആൻഡ് നാഫ്തലിൻ ബോൾസ്. ഓക്കെ, നമ്മളുടെ ഈ വാഷ് ബേസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആ ബോൾസില്ലേ, വൈറ്റ് ബോൾസ് പോലെ, ആ ബോൾസ് എന്താണ്, അതിങ്ങനെ ചെറുതായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് എന്താവാണ് ആക്ച്വലി? ദേ ആർ കൺവേർട്ടിങ് ഇൻ ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഓക്കെ, സോ ഞാനിവിടെ ഐ വിൽ ഷോ യു എ വീഡിയോ ഇൻ വിച്ച് വി ആർ ബേണിങ് സം ക്യാംഫർ. സോ ഞാൻ ക്യാംഫറിനെ കത്തിച്ചിട്ടുണ്ട്. സോ കണ്ടോ, ക്യാംഫർ കത്തുമ്പം അതെന്താവുന്നില്ല, അവിടെ ലിക്വിഡ് സ്റ്റേറ്റ് ആവുന്നില്ല. അറ്റ് ലാസ്റ്റ് ഐ വിൽ ഷോ യു. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇറ്റ് ഈസ് ജസ്റ്റ് എ പൗഡേർഡ് സബ്സ്റ്റൻസ്, റൈറ്റ്? അവിടെ ഒരു ലിക്വിഡിൻ്റെ ഒരു അംശം പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ക്യാംഫർ ഈസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ഇൻ ടു ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇനി back to our chapter. Then this is another diagram in your textbook. You can see it in your textbook. So ഓരോരോ പ്രോസസ്സും, the conversion of process in which solid converted into liquid, liquid to gas and gas to solid is known in different names. So which are they? So when solid converted into liquid, it is called liquefaction or liquefaction. Okay, liquefaction. So what does liquefaction mean? Liquefaction mean it is the conversion of solid into liquid state. Then what is the process called a liquid to gaseous state? Condensation. Okay, condensation. Then what is the process in which a gas converted into solid state? It is called a sublimation. Okay, അപ്പം ഇതിൽ ഓരോ പേരും ഒന്ന് പഠിച്ചു വെക്കുക. Similarly, when a solid gas converted, solid converted into gas, that is called sublimation. When a gas converted into solid state, it is called solidification. Okay, solidification. Similarly, when a liquid converted into solid, it is also called solidification. When a liquid converted into gaseous state, we call it as vaporization. അപ്പം ഈ പ്രോസസ്സിൻ്റെ പേരുകൾ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. ഈ ഡയഗ്രാം അങ്ങനെ തന്നെ ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുണ്ട്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞിട്ട്. സോ ഓരോ സ്റ്റേറ്റിലെയും പേരുകൾ, ആ പ്രോസസ്സിൻ്റെ നെയിം ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി അതേപോലെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒരു ടേബിളും കൂടി നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. വെൻ സോളിഡ് കൺവേർട്ടഡ് ഇൻറ്റു, ഇതും എന്താ ചെയ്യുക, നിങ്ങൾ നോട്ടിലേക്ക് വരച്ചിട്ട് എഴുതണം ഈ ഒരു ടേബിളും. ഓക്കെ, സോ എന്തായിരിക്കും ആൻസർ വരിക? മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ വെൻ സോളിഡ് ചേഞ്ചസ് ഇൻ ടു ലിക്വിഡ്, ഇൻക്രീസസ് ഓർ ഡിക്രീസസ്, അത് മാത്രം എഴുതിയാൽ മതി. മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കാകുമ്പോൾ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ എന്താ ചെയ്യുക? ഇൻക്രീസസ്, ഇസ്ൻ്റ് ഇറ്റ്? ഇൻക്രീസസ്. 1 second. Okay, increases. Then when liquid changes into gas, that also increases. When gas change into liquid, movement of particle decreases. When solid changes into gas ആണ്, അപ്പോൾ increases, isn't it? Increases. Okay. Then distance between particle when solid into liquid. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മിസ് പറഞ്ഞെന്നു, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ, എനർജി ഓഫ് ദി പാർട്ടിക്കിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.